നോക്കാൻ പോകുന്നത് മഹീന്ദ്രയുടെ XUV300 ആണ്. ഈ ഒരു സെഗ്മെൻറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് മഹീന്ദ്രയുടെ തന്നെ ഏറ്റവും ഫ്രണ്ട്ലി ബഡ്ജറ്റായിട്ടുള്ളൊരു വെഹിക്കിളാണ്. ഇതിൻ്റെ ഹൈഫേസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് ഒരു ബെസ്റ്റ് ഇൻ ക്ലാസ് സേഫ്റ്റി സെഗ്മെൻറ്റിൽ വരുന്നതാണ്. പിന്നെ ഇതിൻ്റെ ഡ്രൈവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫൺ ടു ഡ്രൈവ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആണ് ഇതിൽ നമുക്ക് കിട്ടുന്നത്. പിന്നെ ഫീച്ചേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഹൈടെക് ഫീച്ചേഴ്സാണ് ഇതിനകത്ത് വരുന്നത്. പിന്നെ ഇതിൻ്റെ തന്നെ ഒരു പ്രത്യേകതയാണ് ഹെഡ് ടേണിംഗ് ഡിസൈനിങ് ആണ് ഇതിൽ വരുന്നത്. ഇനി ഇതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമുക്ക് വണ്ടിയുടെ ഓരോ ഫീച്ചേഴ്സായിട്ട് കാണാം. ഫ്രണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക് ഈ വിൻഷീൽഡിൻ്റെ ഒരു വിഡ്ത്ത് കാരണം നമുക്ക് കിട്ടുന്നത് നല്ലൊരു കമാൻഡിങ് വ്യൂ ആണ്. ആ വ്യൂ എന്ന് പറയുമ്പോൾ നല്ലൊരു ഫ്രണ്ട് വിസിബിലിറ്റിക്ക് പക്കയായിരിക്കും. പിന്നെ ഫ്രണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ മഹീന്ദ്രയുടെ തന്നെ ഒരു ഇതായിട്ട് അറിയപ്പെടുന്ന ട്വിൻ പിക് ലോഗോയാണ് ഈ കാണപ്പെടുന്നത്. അത് ഒരു സ്റ്റീൽ കവറിംഗ് ആയിട്ടുള്ള ട്വിൻ പിക് ലോഗോയാണ് ഇതിൽ വരുന്നത്. പിന്നെ ഫ്രണ്ടിൽ വരുന്ന ഗ്രില്ലെന്ന് പറയുമ്പോൾ പിയാനോ ബ്ലാക്ക് ഷെയ്ഡായിട്ടുള്ളൊരു ഗ്രില്ലാണ് ഇതിൽ വരുന്നത്. പിന്നെ ഇതിൻ്റെ അപ്പർ പാർട്ട് വരുന്ന ഒരു ഗ്രില്ല് വരുമ്പോഴത്തേക്കും സിൽവർ കളറിലുള്ള ഗ്രില്ലാണ് ഇതിൽ വരുന്നത്. പിന്നെ നമുക്ക് ഫ്രണ്ടിൽ വ്യൂ നന്നായിട്ട് ഒരു വ്യൂ പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടി പ്രൊജക്ടർ ഹെഡ് ലാമ്പ് വരുന്നുണ്ട്. പിന്നെ ഡീഫോഗർ ഉണ്ട്. നമുക്ക് ഈ ഫോഗി ക്ലൈമറ്റിലൊക്കെ വിസിബിലിറ്റി പക്കായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു ഡീഫോഗർ ഇതിനകത്തുണ്ട്. R60 സ്റ്റീൽ വീലാണ് ഇതിൽ കാണപ്പെടുന്നത്. പിന്നെ മിറർ വരുമ്പോഴത്തേക്കും ഇലക്ട്രിക് അഡ്ജസ്റ്റബിൾ അല്ല, അതിൻ്റെ ടോപ്പ് എൻഡിൽ മാത്രമേ കാണപ്പെടുന്നുള്ളൂ. പിന്നെ ഇതൊരു പിയാനോ ബ്ലാക്ക് ഷെയ്ഡിലുള്ളതാണ് മിറർ വരുന്നത്. പിന്നെ ഡോർ ഹാൻഡിൽ വന്നിട്ട് ബോഡി കളറിൻ്റെ അതേ കളറിൽ തന്നെയാണ് ഡോർ ഹാൻഡിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്കിതിൻ്റെ ടയർ വരുമ്പോൾ 16 ഇഞ്ചിൻ്റെ ടയറാണ് കമ്പനി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ വീലാർച്ച് ഗ്ലാഡിങ് വരുന്നുണ്ട്. പിന്നെ ഇൻഡിക്കേറ്റർ വരുമ്പോഴത്തേക്കും ബോഡിയിൽ തന്നെ മൗണ്ട് ചെയ്തിട്ടുള്ള ഇൻഡിക്കേറ്ററാണ് വരുന്നത്. പിന്നെ ORVM വന്നിട്ട് മാനുവലായിട്ട് ഫോൾഡബിൾ ആയിട്ടുള്ള ORVM ആണ് വരുന്നത്. അതൊരു പിയാനോ ബ്ലാക്ക് ഷെയ്ഡിൽ തന്നെയാണ് കാണുന്നത്. പിന്നെ ബോഡി കളേർഡ് ആയിട്ടുള്ള ഹാൻഡിൽ വരുന്നുണ്ട്. പിന്നെ പിയാനോ ബ്ലാക്ക് ഷെയ്ഡായിട്ട് തന്നെയാണ് ഈ സൈഡ് ഡോർ ഹാൻഡിലൊക്കെ വരുന്നത്. ബോഡി കളേർഡ് ആപ്റ്റ് ആയിട്ടുള്ള റൂഫ് റെയിലാണ് വരുന്നത്. ബ്ലാക്ക് ഷെയ്ഡിൽ തന്നെയാണ്. ബാക്ക് എക്സ്റ്റീരിയറിലോട്ട് വരുമ്പോൾ LED ടെയിൽ ലാമ്പ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് ബാക്കിൽ റിവേഴ്സ് പാർക്കിംഗ് സെൻസർ വരുന്നുണ്ട്. നമുക്ക് ഇതിൻ്റെ ബാക്ക് എക്സ്റ്റീരിയർ വരുമ്പോഴത്തേക്കും LED ടെയിൽ ലാമ്പ് വരുന്നുണ്ട്. റിവേഴ്സ് പാർക്കിംഗ് സെൻസേഴ്സ് വരുന്നുണ്ട്. പിന്നെ ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പ് വരുന്നുണ്ട്. ഇൻറ്റീരിയർ വരുമ്പോഴത്തേക്കും ഡ്യുവൽ ടോൺ ഇൻറ്റീരിയേഴ്സ് ആണ് വരുന്നത്. ഡ്യുവൽ ടോൺ ആയിട്ടുള്ള ഡാഷ്ബോർഡാണ് ഇതിൽ വരുന്നത്. സീറ്റ് വരുമ്പോൾ ഫ്ലഷ് അപ്പോൾസറി ഫാബ്രിക്കേറ്റ് സീറ്റാണ് വരുന്നത്. സ്റ്റിയറിംഗ് മൗണ്ടഡ് വോളിയം കൺട്രോൾ വരുന്നുണ്ട്. നോൺ ടച്ച് ആയിട്ടുള്ള മ്യൂസിക് സിസ്റ്റമാണ് ഇതിൽ വരുന്നത്.
അതുപോലെ തന്നെ കെൻവുഡിൻ്റെ 4 സ്പീക്കേഴ്സ് വരുന്നുണ്ട്. വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ആംബ്രസ്റ്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ സൺറൂഫ് വരുന്നുണ്ട്.